ഹലോ, നമുക്ക് വീട്ടിലിതാ മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നല്ല കഴുകി ഞാൻ മസാല ഒക്കെ പുരട്ടാണ്. ഇഞ്ചി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, പിന്നെ മന്തി മസാല, മാഗി ക്യൂബ്, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു കളറിന് കേട്ടോ. പിന്നെ സൺഫ്ലവർ ഓയിൽ, അത് നമ്മൾ ആവശ്യാനുസരണം. പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ നാരങ്ങ, ഉണക്ക നാരങ്ങ, അതൊക്കെ നല്ല മിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ടിതാ ഞാൻ പിന്നെ അതിന് ശേഷം ഞാൻ ചിക്കനൊക്കെ നല്ല വേവിച്ച് എടുത്തിട്ടാണ് അതിന് ചിക്കനൊക്കെ ഞാൻ മാറ്റി വെച്ച് ആ പാനിലോട്ട് തന്നെ പിന്നെ കുറച്ച് മല്ലിച്ചപ്പിട്ടിട്ട് പിന്നെ നമ്മൾ റൈസ് വേവിച്ചത് ഇടുകയാണ് കേട്ടോ. റൈസ് വേവിച്ചത് ഒരു 3/4 വേവാകുമ്പോൾ നമ്മൾ ഊറ്റിയതിന് ശേഷം റൈസ് ഇട്ടത് ഇതാ നല്ല സെറ്റാക്കി ഇങ്ങനെ പരത്തി കൊടുക്കുക. റൈസിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, 2 ഏലക്കായും കറുകപ്പട്ടയും നമ്മൾ സാധാരണ നെയ്ച്ചോറിനമാതിരി അത് വേവിച്ച് ഊറ്റിയിട്ടാണ് തന്നത്. ഞാൻ ചിക്കൻ നല്ല മൊരിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല വേവിച്ച് അതിന് മേലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ ഓരോന്നോരോന്നോരോന്ന് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇത്ര പാകത്തിനാണ് കേട്ടോ നമ്മൾ ചിക്കൻ മൊരിയിച്ചെടുക്കുക. ഞാൻ സാധാരണ ഇത്ര പാകത്തിനാണ് മൊരിയിച്ചെടുക്കൽ. എന്നിട്ട് അതിന് ശേഷം ആ ഓയിലോട്ടാണ് നമ്മൾ പിന്നെ ഈ റൈസ് വേവിച്ചതിടുക. പിന്നെ കുറച്ചും കൂടി ബാക്കി ബാലൻസ് വന്ന റൈസും കൂടി അതിലേക്ക് ഇട്ടിട്ട് പിന്നെ ബാക്കി വന്ന റൈസും കൂടി അതിലേക്ക് ഇടുക. എന്നിട്ട് അത് നല്ലപോലെ എല്ലാം ഇങ്ങനെ പരത്തി സെറ്റാക്കി കൊടുക്കുക. സിമ്പിളാണ് കേട്ടോ മന്തി ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് മന്തി ഉണ്ടാക്കിയിട്ടെടുക്കാം. ഇപ്പം ഇത്രയേ ഉള്ളൂ മന്തി ഉണ്ടാക്കാനുള്ള ഇത്. പിന്നെ അതിൻ്റെ ശേഷം നല്ല ഞാൻ പരത്തി നമ്മൾ ഇറച്ചിയുടെ മേലൊക്കെ നല്ല ആ റൈസ് നല്ല ആക്കി ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ചും കൂടി കുറച്ച് മഞ്ഞ നിറം കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ മന്തിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ചും കൂടി യെല്ലോ ഷെയ്ഡ് ഇങ്ങനെ കാണില്ല. പിന്നെ അതിന് മഞ്ഞൾ കലക്കിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് അതിങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കും. പിന്നെ ഞാൻ കുറച്ചും കൂടി കുറച്ച് മന്തി മസാലയും കൂടി അതിന് മേലെ തൂവി കൊടുക്കും. പിന്നെ പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കും കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. എല്ലാവരും പല മോഡലിലാവും പലരും ഉണ്ടാക്കുക. അപ്പം നല്ല ആവി 15 മിനിറ്റ് 20 മിനിറ്റ് ഇങ്ങനെ ആവി കയറ്റിയെടുക്കും. അപ്പം നമ്മളെ മന്തിയൊക്കെ ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ചൂടുള്ള മന്തി റെഡിയായി. ഇത്ര എളുപ്പത്തിൽ നമുക്ക് മന്തി ഉണ്ടാക്കാൻ കണ്ടോ. ഞങ്ങളിതാ മന്തിയൊക്കെ സെറ്റാക്കി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പോൾ ഓക്കെ, ബൈ. ഇത്രയേ ഉള്ളൂ.